ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് രാവിലെ ഉണ്ടല്ലോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫോണിൽ നിന്നൊരബദ്ധം പറ്റി വീഡിയോസ് ഒക്കെ പോയി. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു ഈവനിങ് റുട്ടീൻ എടുക്കാമെന്ന്. അങ്ങനെ അപ്പം ഞാൻ ഇനിയിപ്പോൾ ചായ ഇടാൻ പോവാണേ. ബൈ. അപ്പോൾ നമ്മൾ നേരെ ചായ ഇടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വൈകിട്ടത്തെ ചായയാണ് ഇടാൻ പോകുന്നത്. ഞാൻ രാവിലെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഏകദേശം 11 മണി മുതൽ 8 മണി മുതൽ ഏകദേശം 11-12 വരെയുള്ളൊരു വീഡിയോസാണ് ഞാൻ എടുത്തിരുന്നത് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്ത് നമ്മൾ നല്ല രീതിയിൽ എഡിറ്റും ചെയ്ത് നമ്മളൊന്ന് അപ്ലോഡ് ചെയ്യേണ്ട ആ ഒരു വക്കിൽ വരെ വരുമ്പോൾ അത് ഡിലീറ്റ് ആയി പോകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി പോയി കേട്ടോ. കാരണം അത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ട് എടുത്തിട്ട് സാധാരണ ഞാൻ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് സമയമൊന്നും ഞാൻ എടുക്കാറില്ല. പക്ഷേ ഇന്ന് ഞാൻ ആ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്തു വന്നപ്പോൾ ഒത്തിരി സമയം എടുത്തു കേട്ടോ. ഒരുപാട് സമയം എടുത്തു. കാരണം ഇവിടെ കിച്ചൂസ് ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം കിച്ചൂസിന് നല്ല പനിയായിരുന്നുകൊണ്ട് കിച്ചൂസ് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് അവൻ്റെ സൗണ്ടും വരുന്നതൊക്കെ കാരണം കുറേ കട്ട് ചെയ്തും ഒക്കെ എടുത്തു അങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. പക്ഷേ ആ ലാസ്റ്റ് നിമിഷം എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ അത് ഡിലീറ്റ് ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി പോയിട്ടോ. അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ടെടുത്തൊരു വീഡിയോ അത് പോകുമ്പം എനിക്കത് എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തിട്ടുള്ളൊരു വിഷമമായിരുന്നേ. അങ്ങനെ പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഈവനിങ്ങിനുള്ള ഒരു കുറച്ച് സമയത്തിനെങ്കിലും ഉള്ളത് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ചായ ഇടാൻ പോയപ്പോൾ ആലോചിച്ച് എന്നാൽ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തു തുടങ്ങിയതാണ്. അങ്ങ് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. വെട്ടത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കാരണം സന്ധ്യ ആവാറായില്ല. അപ്പം വെട്ടത്തിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. വീഡിയോസിനകത്ത് ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ചായയൊക്കെ ഇട്ടു. ചായ ഇടുന്നതിനിടയ്ക്ക് ഞാൻ മമ്മിയോട് പറയുന്നുണ്ട് പോയി പൊരിപ്പ് എന്തെങ്കിലും വാങ്ങിച്ചിട്ടായിരുന്നു. നമ്മുടെ ഇവിടെ പൊരിപ്പെന്നാണ് കേട്ടോ പറയുന്നത്. ഈ കടികളില്ലേ, അതായത് ഉഴുന്നുവട അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം കൂടെ പൊരിപ്പെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു എല്ലായിടും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പറയുന്നത്. അങ്ങനെ മമ്മി അത് വാങ്ങിക്കാൻ പോയിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ ചായ ഇടുന്നുണ്ട്. പിന്നെ പാത്രങ്ങൾ, ഈ ചായ ഇട്ടതിൻ്റെയൊക്കെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഞാനിപ്പം കറൻ്റ്ലി അത് കഴുകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വെള്ളം വന്നിട്ടില്ല. ജപ്പാൻ്റെ വെള്ളം വന്നിട്ടില്ല. മോട്ടറും അടിച്ചിട്ടില്ല. വെള്ളം വരുമോ ഇല്ലയോ എന്ന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മളിവിടെ കൂടുതലും ജപ്പാൻ്റെ വെള്ളം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അടുക്കള ആവശ്യത്തിന് നമ്മൾ കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പം മോട്ടർ അടിച്ചാലും നമ്മൾ പൈപ്പിലെ വെള്ളം നമ്മൾ എടുക്കത്തില്ല, കോരി തന്നെയാണ് എടുക്കുന്നത്. അതായത് ചോറ് വെക്കാനും കറികൾക്കും ഒക്കെ നമ്മൾ വെള്ളം കോരിയാണ് എടുക്കുന്നത്. പക്ഷേ ഇതുവരെ വെള്ളം വരാഞ്ഞതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മോട്ടർ അടിക്കാമെന്ന് വെച്ചാൽ. അതുകൊണ്ട് പാത്രങ്ങളൊന്നും തൽക്കാലം കഴുകുന്നില്ല. അങ്ങനെ രാവിലെ കുറച്ച് തുണികളൊക്കെ കഴുകിയിട്ടത് ഉണങ്ങിയത് പറക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പറക്കിയെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇച്ചിരി സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ടെങ്കിലും മഴയുടെ ഒരു മന്ദാരം ഉണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഇന്ന് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഒത്തിരി രക്ഷപ്പെട്ടു. കാരണം നമ്മുടെ കൃഷികൾക്കൊക്കെ അത്യാവശ്യം കുറച്ച് കൂടെയൊക്കെ വെള്ളം കിട്ടുമല്ലോ. ജപ്പാൻ വെള്ളം വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ കൃഷിക്കുട്ടന്മാരെല്ലാം ഇന്ന് വിഷമിച്ച് നിൽക്കുവാണേ. ജപ്പാൻ്റെ വെള്ളം വന്നിട്ടില്ല, നമ്മളിന്ന് മോട്ടറും അടിച്ചിട്ടില്ല. അതുകൊണ്ട് കൃഷിയെല്ലാം ഇങ്ങനെ വാടി നിൽക്കുക കേട്ടോ. മഴയും ഇല്ല. 2 ദിവസം കൊണ്ട് മഴ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് വലിയ വിഷമമൊന്നും ഇല്ലായിരുന്നു. ഇത്രയും അടിച്ചു വരുമ്പോഴത്തേക്ക് നല്ലൊരു ജോലിയാണ്. പിന്നെ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇടാവേ. അപ്പോൾ അതെല്ലാത്തിലൂടെയൊക്കെ വെള്ളം അടിച്ചു വരുമ്പോൾ ഭയങ്കര പാടാണ്. ഞാൻ മാത്രമല്ല കേട്ടോ അത് ചെയ്യുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത് വളരെ കുറവാണ്. മേൽനോട്ടം വഹിക്കുന്നത് മിസ്സിസ് മാതാജിയാണ്. മമ്മിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതൊക്കെ കേട്ടോ. എനിക്കിതിനോട്ടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഈ ഇടയായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം നമ്മൾ സ്വന്തമായിട്ടൊക്കെ വെച്ചിട്ട് അതിനകത്തു നിന്നൊക്കെ ഒരു ഇത് എടുത്ത് കഴിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഭാഗ്യമല്ലേ. അങ്ങനെ ഈ ഒരു സമയം കൊണ്ട് മമ്മി പൊരിപ്പും സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സിറ്റൗട്ടിലിരുന്നിട്ട് ചായ കുടിക്കുകയാണ്. ഞങ്ങളൊരു ഏകദേശം ഒരു 4:30-5 മണിക്കകം ചായ ഇട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് സിറ്റൗട്ടിൽ വന്നിരുന്നിട്ട് കാര്യം പറഞ്ഞ് റോഡിൽ പോകുന്നവരോടും ഒക്കെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാറാണ് പതിവ്. അങ്ങനെ എന്നൊന്നും നമ്മൾ പൊരിപ്പ് വാങ്ങിക്കാറില്ല, തോന്നുന്ന ദിവസങ്ങളിൽ വാങ്ങിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ അടുത്തൊന്നും അത്ര നല്ലത് കിട്ടത്തില്ല. ഇപ്പം തന്നെ വാങ്ങിച്ചത് അത്ര ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. തണുത്തിട്ട് ചൂടൊന്നും ഇല്ലാണ്ട് ഒരു വല്ലാത്ത അത്ര ടേസ്റ്റ് കൊള്ളത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ കൊള്ളത്തില്ലായിരുന്നു. ഞാനിപ്പോൾ അതിനകത്തു നിന്നൊരു ഉഴുന്നുവട എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്. ശശി എഴുന്നേക്കുന്നതാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അത് കേട്ടിട്ട് എല്ലാവരും കൂടെ ചിരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കുറ്റവും കുറവൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇനി എന്താണ് ചെയ്യുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിച്ചൂസിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം.
ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പനിയായിട്ട്. അന്ന് നല്ല കഫവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇന്ന് വീണ്ടും ഇന്നലെ നമ്മുടെ അടുത്തൊരു ഉത്സവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉത്സവത്തിന് രാത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം അതിനകത്തു നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ആടെ തൊണ്ടയൊക്കെ നന്നായിട്ട് അടഞ്ഞ് കുറച്ച് പനി കൂടി. അതുകൊണ്ട് നമ്മളൊന്ന് സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണം. പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഇനി എന്താ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യണം. നേരത്തെ പനി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും അങ്ങ് ഒട്ടും വയ്യാതായി. അപ്പോൾ പിന്നെ സ്കൂളിൽ വിട്ടില്ല. കാരണം കുറച്ച് റെസ്റ്റ് എടുത്ത് മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് വെച്ചിട്ട് നിർത്തിയതാണ്. പക്ഷെ വൈകിട്ടായപ്പോഴത്തേക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു കേട്ടോ. കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അവന് നല്ല കഫമുണ്ട്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുവരണം. അപ്പോൾ ശനിയാഴ്ചയാണ് കൊണ്ട് ചെല്ലാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ശനിയാഴ്ച ഞങ്ങൾ വീട്ടിലോട്ടൊന്ന് പോവുകയാണേ. അന്നേരം നമ്മൾ പറഞ്ഞു നമ്മൾ ശനിയാഴ്ച വീട്ടിലോട്ട് പോവുക. അപ്പോൾ പറഞ്ഞു ഓക്കെ തിങ്കളാഴ്ച കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഞാനൊരു സൺസ്ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏതായിരുന്നു ലോട്ടസിൻ്റെ സൺസ്ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പൗഡർ ഇടുന്നുണ്ട്, ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ മേക്കപ്പ്. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി റെഡിയായി ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതുവരെ നമുക്ക് വെള്ളം വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോയി വന്നപ്പോഴത്തേക്ക് വെള്ളമൊക്കെ വന്നു. ടാങ്കിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെക്കുവാണ്. അപ്പം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് നമുക്ക് നമ്മുടെ പറമ്പിൽ വെള്ളം നനയ്ക്കാനുണ്ട്. ഞാനല്ല കേട്ടോ വെള്ളം നനയ്ക്കുന്നത്, കൂടുതലും മമ്മി തന്നെയാണ് കൂടുതൽ നനയ്ക്കാറ്. പിന്നെ മമ്മിക്ക് ഇൻ കേസ് വയ്യാതെ ഇരിക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വെള്ളം നനയ്ക്കുന്നത്. ഇതൊക്കെ മമ്മിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ ചെയ്യുന്നതേ ഉള്ളൂ. അതായത് പാചകം ചെയ്യുന്ന സമയത്ത് പച്ചക്കറികളൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി ഇങ്ങനെ പറിച്ചൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ചില സമയങ്ങളിലൊക്കെ ഞാനാണ് കേട്ടോ വെള്ളം ഒഴിക്കാറ്. അമ്മയ്ക്ക് വയ്യാതിരിക്കുവാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ മമ്മിയാണ് കേട്ടോ ഒഴിക്കുന്നത്. കൂടുതലും അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത്, മമ്മി പപ്പയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുവാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അന്നേരം പാത്രങ്ങൾ കഴുകി വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഇപ്പം പിന്നെ വെള്ളം ഇല്ലാഞ്ഞതുകൊണ്ടാണ് കേട്ടോ കഴുകാഞ്ഞത്. പിന്നെ ആ സൈഡിലിരിക്കുന്ന കുപ്പികൾ കണ്ടോ, പാലിൻ്റെ കുപ്പികളാണ്. എന്നും കൊണ്ടുവെക്കണമെന്ന് വിചാരിക്കുന്നതല്ലാതെ കൊണ്ടുവെപ്പ് നടക്കുന്നില്ല കേട്ടോ. കുപ്പികൾ തിരിച്ചു കൊടുക്കാനേ ഇപ്പം തന്നെ ഏകദേശം 4-5 ദിവസത്തെ കുപ്പിയാണ് ഞാൻ. അപ്പോൾ അന്ന് ആലോചിച്ച് നോക്കി എൻ്റെ മറവി എന്തുമാത്രം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ പാലിൻ്റെ കുപ്പികളെല്ലാം ഇനി കൊണ്ടുവെക്കണം. ഇപ്പം തന്നെ രാത്രി ഏകദേശം ഒരു 8 മണിക്ക് വേണ്ടി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ഗേറ്റിൻ്റെ അടുത്ത് ആ കുപ്പികളെല്ലാം കൊണ്ടുവെക്കണം. എന്നിട്ട് നമുക്ക് പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞിട്ട് അതെല്ലാം എടുത്തൊന്ന് ഒതുക്കി പറക്കി വെക്കേണ്ടതുണ്ട്. പിന്നെ വേസ്റ്റ് കുറച്ച് കളയാനുണ്ട്. നമ്മളിപ്പോൾ വൈകിട്ട് കഴിച്ചതിൻ്റെ ആ ഒരു കവറും പേപ്പറും ഒക്കെ വേസ്റ്റൊക്കെ കുറേ കഴുകാനുണ്ട്. പിന്നെ നമുക്ക് അയ്യത്തോട്ടൊന്ന് പോകണം. മമ്മി അയ്യത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടോട്ട് ചെന്നിട്ട് മമ്മിയുടെ കൂടെ നിന്ന് അവിടെ ഒന്ന് കൂട്ട് നിൽക്കണം. അങ്ങനെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മമ്മിയോട് അയ്യത്തോട്ട് പോയി. ആ സമയം കൊണ്ട് മമ്മിയോട് എമർജൻസി ലൈറ്റൊക്കെ വെച്ചിട്ട് അയ്യത്ത് നിന്നിട്ട് ഇങ്ങനെ വെള്ളം നനയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. കുറേ പേരൊക്കെ ഒരുപാട് കമൻസുകളൊക്കെ അയക്കുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.